ഹലോ കൂട്ടുകാരെ, ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള ഒരു കളക്റ്റീവ് എനർജി അപ്ഡേറ്റ് ആണ്. ഇന്നത്തെ ന്യൂ മൂൺ എന്ന് പറയുന്നത് ന്യൂ മൂൺ ഇൻ പൈസീസ് ആണ്. പൈസീസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ഉള്ളിലെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇമോഷണൽ ഇംബാലൻസസിനെ സർഫേസിൽ കൊണ്ടുവരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും തീർച്ചയായിട്ടും ഇത്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റിൽ ആദ്യം പറയാൻ പോകുന്നത് ഇനിഷ്യൽ ഹീലിംഗ് ഫേസിലുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ എനർജിയാണ്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആവണമെന്നൊന്നുമില്ല എനർജിയുടെ കാര്യം, അത് മെയിൽ ബോഡിയിലും ആവാം. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഹീലിംഗ് ഫേസിൽ, ഇനീഷ്യൽ ഹീലിംഗ് ഫേസിൽ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള കുറേ മാസങ്ങൾക്കകം ഹീലിങ്ങിൽ നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജിക്ക് അവരുടെ ലൈഫിൽ പലതരത്തിലുള്ള ട്രിഗേഴ്സ്, ഇമോഷണൽ ട്രിഗേഴ്സ് ഹെവി ആയിട്ട് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് യൂണിവേഴ്സ് പല സിങ്ക്രോണിസിറ്റീസ് ഇവരുടെ ലൈഫിൽ റിലേറ്റഡ് ടു ജോബ് ആയിരിക്കാം, റിലേറ്റഡ് ടു പേഴ്സൺസ് റിലീസ് ചെയ്യണമെന്ന് കൊടുത്തിട്ടും അല്ലെങ്കിൽ ആ ഒരു സൈൻസ് ആൻഡ് സിങ്ക്രോണിസിറ്റീസ് മനസ്സിലാക്കിയിട്ടും ഔട്ട് ഓഫ് ഫിയർ എന്തൊക്കെ കാര്യങ്ങളെയാണോ ഹീല് ചെയ്യാതെ അല്ലെങ്കിൽ റിലീസ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതേ കാര്യങ്ങളിൽ നിന്നും തന്നെ ഒരു ട്രിഗർ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. ഈ ഒരു കാറ്റഗറിയിലുള്ള ഫെമിനൈൻ എനർജീസിന് 69 നമ്പർ കൂടുതലായിട്ട് കാണും. അതേപോലെ തന്നെ 311 നമ്പർ, 311, 1111, 111 നമ്പർ ഏഞ്ചൽ നമ്പർ, അതേപോലെ തന്നെ 49. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ ജേർണിയിൽ അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നാണ്. അടുത്തതായിട്ട് ഹീലിങ്ങിൽ കാർമിക് ക്ലിയറൻസിൻ്റെ ഒരു ഫേസിൽ വന്ന് നിൽക്കുന്ന ഫെമിനൈൻ എനർജീസിന് അടുത്ത 4 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 3.5 മാസത്തിനുള്ളിൽ ഹെവി ആയിട്ടൊരു കാർമിക് ക്ലിയറൻസ് നടക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റിയിലൂടെ കടന്നു പോവുക. അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ആ ഒരു ചോയ്സ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങളിൽ 3D ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള ബ്ലോക്കേജസ് ആ ഫെമിനൈൻ എനർജിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇത് ഒരു 50% വരെയൊക്കെ ഹീലായി പലതരത്തിലുള്ള കാർമിക് കോൺട്രാക്ട്സിനെ എൻഡ് ചെയ്യേണ്ട ഒരു സമയം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോയ്സ് എടുക്കുന്ന ആ ഒരു ഫെമിനൈൻ എനർജിക്കാണ്. ഇവർക്ക് ലൈഫിൽ മേ ബി അവരുടെ അടുത്തുള്ള ഓൾറെഡി ജോലിയൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിലേക്കൊരു ഇൻറ്റിഗ്രേഷൻ, എനർജിയുടെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയാം, അതായത് ആ കാര്യങ്ങളെ ഡേ ടു ഡേ ലൈഫിലേക്ക് അല്ലെങ്കിൽ 3D ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മളുടെ എനർജി അലൈൻഡ് ആവാത്തത് കൊണ്ട് മാത്രമാണ്. അവിടെ ഒരു ടൈം ആൻഡ് സ്പേസ് കൊടുത്തിട്ട്, അതായത് ഈവൻ പർപ്പസ് മനസ്സിലായി, ഈവൻ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഗിൽട്ടിൽ വരാതെ അവിടെ സ്പേസ് കൊടുത്ത് ഹീലിങ്ങിന് കൂടുതലായിട്ട് സ്പേസ് കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളെ ചേസ് ചെയ്യാതെ ഇന്നർ വോയിസിനെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഇന്നർ യൂണിയൻ ഫേസിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജീസ്, അതായത് ഇന്നർ യൂണിയൻ്റെ അടുത്ത് നിൽക്കുന്നു, പലപ്പോഴും ഇമോഷണലി ബാലൻസ് ആവുന്നു, ഇംബാലൻസ് ആവുന്നു. അവർക്ക് ഒരു യൂണിയൻ ഫേസാണ്, അതായത് ഇന്നർ യൂണിയൻ ഫേസാണ് യൂണിയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഉള്ളിലുള്ള ഇന്നർ മസ്കുലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രിഗേഴ്സും വെളിയിൽ നിന്നും അവരുടെ ഡിവൈൻ മസ്കുലൈനിൽ നിന്നും തന്നെ പല തരത്തിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഹെവി പേർജിങ്, ഹാർട്ട് ചക്രയിൽ ഹെവിനെസ്, ഹാർട്ട് ചക്ര പെയിന്, പെർട്ടിക്കുലർലി റൈറ്റ് സൈഡ് ഹാർട്ട് ചക്രയിൽ പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് അവരുടെ പ്യൂരിഫിക്കേഷൻ, അതായത് ആ ഒരു ഇന്നർ മസ്കുലൈനിലുള്ള ബ്ലോക്കേജസിനെ യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ക്ലെൻസിങ് ഫേസ് ആയതുകൊണ്ട് ആ ഒരു പെയിൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവർക്ക് പെർട്ടിക്കുലറായിട്ടും റൈറ്റ് ബോഡിയിൽ പെയിൻ ഫീൽ ആവുന്നതാണ്. അതേപോലെ തന്നെ കാൽമുട്ടുകളിലൊക്കെയും പെയിൻ ഫീൽ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ റെസ്റ്റിനായിട്ട് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഇത് വളരെ കുറച്ച്
ഫെമിനൈൻ എനർജീസിന് റെസിനേറ്റ് ആവുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള ചാനലിങ്, എനർജി ചാനലിംഗ് ആണ്. വളരെയധികം ഡിറ്റാച്ചായിട്ട്, അവരുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്നും വളരെയധികം ഡിറ്റാച്ചായിട്ട്, അത്രയും സറണ്ടേർഡായിട്ട് അവരുടെ ഇന്നർ വർക്കിലും അവരവരുടെ സ്പിരിച്വൽ ജേണിയിലും അവരവരുടെ ഹൈലി റെസിനേറ്റ് ആയിട്ടുള്ള പേർപ്പസിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഫെമിനൈൻ എനർജീസിൻ്റെ ഒരു യൂണിയൻ പോർട്ടൽ ഓപ്പൺ ആണ്. അടുത്ത ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകം ഇവരുടെ ഒരു യൂണിയൻ, ഒരു ഹാർമോണിയസ് യൂണിയൻ നടക്കേണ്ട ഒരു ടൈം ലൈന് അതിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ലൈഫിൽ പെട്ടെന്ന് പല ചേഞ്ചസ്, മേ ബി ഇവർ റീലൊക്കേറ്റ് ആവാം, അതായത് ഉള്ള സ്ഥലത്തിൽ നിന്നും ഇനിയൊരു സ്ഥലത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മാറുന്നുണ്ടായിരിക്കാം. ലൈഫിൽ നിന്നും പെട്ടെന്ന് അത്ര നാൾ സോൾമേറ്റ്സ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന പല കണക്ഷൻസും പോയി പെട്ടെന്ന് ഒറ്റപ്പെട്ടെന്നുള്ള ഒരു ഫേസ് വരാം. ഇതൊക്കെ ആ ഒരു യൂണിയൻ ഫേസിലേക്ക് എത്താനായിട്ട് യൂണിവേഴ്സായിട്ട് അവിടെ ഒരു പ്രിപ്പറേഷൻ അവരുടെ ലൈഫിൽ നടത്തുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫെമിനൈൻ എനർജീസിന് ഉറക്കം കൂടുതലായിരിക്കും ഈ ഒരു ഫേസിൽ. അതേപോലെ തന്നെ ഒരു റെസ്റ്റ് മോഡിലായിരിക്കും, അതായത് ഒന്നും ചെയ്യാൻ അധികം താല്പര്യമില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും അതേപടി പതിയെ ചെയ്തു പോകാനും പറ്റുന്നുണ്ട്. അതായത് ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോൻ്റെ കൂടെ ഒരു ഗിൽട്ടുമില്ലാതെ പോകാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇവർക്ക് കൂടുതലും കാണാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 818, 319, 7777, 666, 2222, 1111, 808. ഇത്രയും ഏഞ്ചലിക് നമ്പേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള ഫെമിനൈൻ എനർജീസിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു മസ്കുലൈൻ എനർജീസിൻ്റെ എനർജി അപ്ഡേറ്റ്. കളക്റ്റീവായിട്ട് ഇവിടെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. മസ്കുലൈൻ എനർജീസ് ഹെവി ആയിട്ട് ഒരു പേർജിങ്ങിൻ്റെ ഫേസ്, അതായത് അവരുടെ ഇമോഷൻസിനെ ഫീൽ ആയേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഫേസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അതേ ഫേസിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് അവരുടെ ലൈഫിൽ പിന്നെയും റീസർഫേസ് ആവുന്നു, യൂണിവേഴ്സായിട്ട് അവരുടെ ലൈഫിലേക്ക് കൊടുക്കുന്ന, അതായത് ആ ഒരു ഫേസ് യൂണിവേഴ്സായിട്ട് അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് ഭയങ്കരമായിട്ട് അവരുടെ ഫെമിനൈൻ എനർജീസിനെ മിസ്സാവുന്ന ഒരു ഫേസ്. അതേപോലെ തന്നെ യൂണിവേഴ്സ് പലതരത്തിലുള്ള സിങ്ക്രോണിസിറ്റീസ് റിലേറ്റഡ് ടു ദെയർ ഫെമിനൈൻ എനർജി, അവരുടെ ഒരു ഫെമിനൈൻ എനർജീൻ്റെ റിലേറ്റബിൾ ആയിട്ടുള്ള പേരുകളാവാം, അതല്ലെങ്കിൽ ഡ്രീംസിൽ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഒരു പേഴ്സൺ സംസാരിക്കുമ്പോൾ അതിൽ അവരുടെ ഫെമിനൈൻ എനർജീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഇങ്ങനെയൊക്കെയും യൂണിവേഴ്സ് പിന്നെയും ആ ഒരു കാര്യത്തിലേക്ക്, അതായത് ഈ ഒരു ജേർണിയിലേക്ക് ഫോഴ്സിബിളി മസ്കുലൈൻ എനർജീനെ കൊണ്ടുവരുന്ന ഒരു ഫേസും കൂടിയാണിത്. അപ്പോൾ അത്രയും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ്, ഒരു പെയിൻഫുൾ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു എനർജിയും ഫെമിനൈൻ എനർജീസിലേക്ക് ഫീൽ ആവുന്നതാണ്. ഈ ഒരു സമയം അതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി. അതല്ലാതെ ഈ ഒരു ഇന്നത്തെ ഒരു ന്യൂ മൂണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈത്ര അമാവാസി എന്ന് പറയും. അതായത് ഇനി അങ്ങോട്ട് പിന്നെ 9 ദിവസം നവരാത്രീസും തുടങ്ങുകയാണ്, ചൈത്ര നവരാത്രി. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന്, പിതൃക്കൾക്ക് ക്ലെൻസിങ് ചെയ്യാനോ അവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യാനോ പറ്റിയ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിലൊന്നാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണെന്നൊന്നും നോക്കാതെ ഇന്ന് എല്ലാ മെഡിറ്റേഷൻസിൻ്റെയും കൂടെ അവരുടെ അൻസിസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതായത് ആ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി എന്തൊക്കെയാണോ ഉള്ളിലേക്ക് വരുന്നത് അതൊക്കെയും ചെയ്താൽ വളരെ നല്ലൊരു കാര്യമാണ്. കളക്റ്റീവ്ലി ഒരു പേർജിങ്ങിൻ്റെ സമയവും കൂടെയാണ്. എന്തിനാണെന്നുള്ളത് അറിയാണ്ട് അത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നിന്നുള്ള ഒരു ട്രിഗർ ഇതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക, അതിനെ ലെറ്റ് ഗോ ചെയ്യുക, ആൻഡ് എനർജീനെ കൂടുതലായിട്ടും ക്ലെൻസ് ചെയ്തുകൊണ്ട് സോളിറ്റ്യൂഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ്. റെസൊനേറ്റ് ആയെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്
റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ആൻഡ് വെബ്സൈറ്റും അവൈലബിൾ ആണ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാലണ്ടറിൽ ചോയ്സ്, നിങ്ങളുടെ ടൈം അവൈലബിലിറ്റിയുടെ അനുസരിച്ച് ചോയ്സ് എടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് സെഷൻസ്. ഇതല്ലാതെ ഈ മാസം DNA ഹീലിങ്ങിൻ്റെ ഒരു സെഷൻ തുടങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച. അതേപോലെ തന്നെ ആകാശിക് റെക്കോർഡ്സ് ഫസ്റ്റ് ലെവൽ പഠിക്കാനുള്ള കോഴ്സ് ഈ മന്ത് എൻഡിങ്ങിൽ മാർച്ച് 30 തൊട്ട് തുടങ്ങുന്നുണ്ട്. ഇതല്ലാതെ റേക്കി ഫസ്റ്റ് ലെവലും തുടങ്ങുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.